ഇസ്മുകളുടെ അക്സാമുകളിൽ അടുത്തതാണ് കുഞ്ഞിയത്ത്. वो नाम जो माँ बाप बेटे बेटी या किसी और ताल्लुक से मशहूर हो जाए जैसे ഉമ്മു മറിയം അബൂ ഹുറൈറ. ഇതൊരു പേരാണ്. ആ പേരെങ്ങനെയെന്ന് വെച്ചാൽ അവരുടെ വാപ്പയുമായോ ഉമ്മയുമായോ മകനുമായോ മകളുമായോ ഒക്കെ ബന്ധിതമായിട്ടുള്ള പേരായിരിക്കും. ഉദാഹരണത്തിന് ഉമ്മു മറിയം, മറിയമിൻ്റെ ഉമ്മ, അബൂ ഹുറൈറ, പൂച്ചകളുടെ വാപ്പ എന്നൊക്കെ പറയുന്നത് പോലെ. ഇതൊക്കെ പേരുകളാണല്ലോ. ഇത്രയും നേരം നമ്മൾ ഇസ്മു മാരിഫയുടെ അക്സാമുകൾ പറഞ്ഞു. ഇനി അടുത്താണ് ഇസ്മു നക്ര കി അക്സാം, നക്കിറയായിട്ടുള്ള നാമങ്ങളുടെ ഇസ്മുകൾ. ഇസ്മു സാത്ത് वो इस्म जो किसी ठोस चीज़ पर या बस्ती को ज़ाहिर करते जैसे കിതാബ്, ദർവാസ, ലഡ്ക. ചില രൂപമുള്ള ആളുകളുടെ അല്ലെങ്കിൽ വ്യക്തികളുടെ അല്ലെങ്കിൽ വസ്തുക്കളുടെ പേരാണ് ഇസ്മു സാത്ത് എന്ന് പറയുന്നത്. അടുത്തത് ഇസ്മു മുസഗ്ഗർ वो लफ्ज़ जो किसी चीज़ के छोटेपन को ज़ाहिर करे जैसे थाली, ബാഗിച്ചി. ഇത് ഒരു വസ്തുവിൻ്റെ ചെറുതിന്, അതായത് അതിൻ്റെ വലിപ്പക്കുറവിനെ കുറിച്ച് പറയുന്ന കാര്യമാണ്. ഉദാഹരണം, താലി എന്ന് പറഞ്ഞാൽ ചെറിയ പ്ലേറ്റ് എന്നർത്ഥം. അതിൽ തന്നെ ബാഗിച്ചി എന്ന് പറഞ്ഞാൽ ചെറിയ ഗാർഡൻ എന്നർത്ഥം. वो लफ्ज़ जो किसी चीज़ के बड़ेपन को ज़ाहिर करे बात से बढ़कर बढ़कर पकड़े सी पकड़ा രാസി ഷാഹ്ര. ഉദാഹരണം, അതായത് ഒരു സാധനത്തിൻ്റെ വലിപ്പം കൂടി പറയാം അല്ലെങ്കിൽ വലിപ്പത്തെ പറയാം. അതിനാണ് എന്ത് പറയുക? ഇസ്മു മുക്കബ്ബർ എന്ന് പറയാം. ഓക്കെ. ഉദാഹരണം, ബാത്തിനെ നമ്മൾ എന്ത് പറയുന്നു? ബാത്തിങ്കാർ എന്ന് പറയുന്നു, എക്സ്റ്റൻസീവ് ടോക്ക്. അതുപോലെ തന്നെ പക്രിനെ നമ്മൾ എന്ത് പറയുന്നു? പക്ര. ഓക്കെ. അതിൽ തന്നെ റാഹിനെ വഴി, അതിനെ ഷഹ്റ, ഹൈവേ എന്ന് പറയുന്നു. ഓക്കെ. ഇസ്മു മുസഗ്ഗറിൻ്റെയും ഇസ്മു മുക്കബ്ബറിൻ്റെയും ഉദാഹരണങ്ങൾ താഴെ ചേർക്കുന്നു. നമുക്ക് നോക്കാം. ബാല, ബഡാക്കർ, ബാലി. ഓക്കെ. താല, ടു താലി. പഹാഡ്, ടു പഹാഡിച്ചി, ഹിൽ. ഇതിൽ കാണുന്ന ഉദാഹരണങ്ങളും അങ്ങനെ തന്നെ.